ഇന്ന് നടത്തിയ പ്രസംഗം ഇന്ന് അദ്ദേഹം ഉച്ചക്ക് ഉള്ളാളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു ജതുബിലാണ്. കാരണം ആ പാട്ട് കേട്ടാ പോയിള്ളത്. നമ്മളെ പുതിയ പാട്ടില്ലേ, ആ പാട്ട് വന്നപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞു, കൃത്യമായ നിലപാട് നമ്മൾ അവതരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ഇന്ന് പറയുന്ന ആ വാക്കാദ്യങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും, ഇന്നത് എന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാര്യ അവന് ഹലാലല്ല, അവൻ്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമെന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിൻ്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിൻ്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിൻ്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല. അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്താ പറഞ്ഞേ? ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ടു. ആ പാട്ടായിരുന്നല്ലോ ഈ അടുത്ത് ചർച്ച. മടവൂരാരോ പടച്ചോനാണോ എന്ന് പറയുന്നൊരു വരി. കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മളതിൻ്റെ നിലപാട് പറഞ്ഞു. അത് നമ്മളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മൈലേജ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി ചിലർ. നമ്മൾ പറഞ്ഞു, ഞങ്ങളൊരാശയം പറയുകയാണെങ്കിൽ ഞങ്ങൾ നേർക്കുനേരെ പറയും, വളച്ചുകെട്ടില്ലാതെ പറയും, ആരെയും ഭയപ്പെടുന്ന പ്രശ്നമില്ല. ഇവിടെ ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വിളിച്ചു പറയണമെങ്കിൽ അത് പരസ്യമായി പറയും, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് ഞങ്ങളുമായി അതിന് ബന്ധമില്ല. അങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. മാത്രമല്ല, പാട്ട് പാടുന്നവരോടും നമ്മൾ പറയുന്നത്, മശായിഖന്മാരെ കുറിച്ച് പാടുമ്പോൾ കാലഘട്ടത്തിലെ മശായിഖന്മാരുണ്ട്. ഇവിടെ മടവൂർ ശൈഖുനാനെ കുറിച്ച് സാധാരണ പാടുന്നതാവാം, പുതുതായി ഒന്ന് വരുമ്പോൾ അത് മശായിഖന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിലാണ് പാട്ടുകൾ തന്നെ പുറത്തിറക്കേണ്ടത്. കാരണം അതാണല്ലോ ഭാഗം. അത് പറയുന്നവരാണ് ഞങ്ങൾ. ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇദ്ദേഹം ചെയ്തത് കണ്ടോ നിങ്ങൾ? ഒരു പാട്ട് കേട്ടു, അല്ലാ മടവൂരാണ് പടച്ചോനെന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായി, അങ്ങനെ പാടിയാൽ കാഫിറായി. പിന്നെ ഭാര്യ അവന് ഹലാലല്ല, പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പറ്റൂല. എന്താ ഒരു ഉലമാഇന്റെ ബാധ്യത? വലിയ ആലിമിൻ നുഖറ അലാമാത്തുൻ തുറ. ഞാൻ അതുക്കിയ കഴിഞ്ഞ പ്രസംഗത്തിൽ പാടിത്തന്നിരുന്നു. ഉഖ്റവിയായ ആലിമാണെങ്കിൽ അവന് ചില അടയാളങ്ങളുണ്ട്. ഫത്വ എന്ന് പറയുന്ന സംഭവം അത് കണ്ണും മൂക്കൊന്നുമില്ലാതെ അങ്ങോട്ട് ഫത്വ കൊടുക്കലാണ്. എന്താണ് ഇവിടെ വിഷയം? ഒരാളൊരു വാദം വാദിച്ചാൽ ആ വാദത്തിന് അല്ലെങ്കിൽ അവരുടെ ആ വാക്കിന് 100 അർത്ഥമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ 100ൽ 99 തെറ്റാണെങ്കിൽ 1 ശരിയാണെങ്കിൽ കുഫറിലേക്ക് ചേർക്കാതിരിക്കണം എന്നതല്ലേ മസ്അല? ഇവിടെ ആ പാട്ട് പാടിയ സുഹൃത്ത് അദ്ദേഹം തന്നെ അതിൻ്റെ വിശദീകരണവുമായി വന്നു. ഞങ്ങളെ നിലപാടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം പറയാം. അദ്ദേഹം വന്നിട്ട് വിശദീകരിച്ചു, ഞാൻ ഉദ്ദേശിച്ചത് മടവൂർ പടച്ചോനാണ് എന്നല്ല, അങ്ങനെ ഉദ്ദേശിക്കുകയുമില്ല, മറിച്ചതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ ആളായ പ്രത്യേകക്കാരായ ശൈഖുനാണ്, ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ പൂർത്തിയായി. ഇനി അത് പാടണ്ട,
പാടിയതിൽ കുഫർ ആരോപിക്കാൻ പാടില്ല എന്നത് വിശദീകരണത്തിൽ നിന്ന് വന്നു. ഈ വിശദീകരണമൊന്നും കേൾക്കാതെ, ഈ വിശദീകരണം വന്നതിന് ശേഷവും ആ പാട്ട് പാടിയ ആള് അത് വിശ്വസിക്കുന്നുണ്ടെന്നും കാഫിറാണെന്നും ഭാര്യ ഹലാലല്ലെന്നും പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യരുതെന്നും പറയാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? കുഫ്രിയത്ത് ആരോപിച്ച് ആളുകളെ വട്ടം കറക്കാനാണോ തീരുമാനം? വേറൊരാൾ വന്നിന്നല്ലോ ഇടക്കാലത്ത് കുഫ്ർ ആരോപിക്കാൻ, നമുക്ക് അവതാരവാദമുണ്ടെന്ന് പറഞ്ഞ് ആളപ്പ പൊടി എവിടെ പോയിട്ട് നോക്കിയിട്ടും പൊടി പോലും കാണാനില്ല. എന്താ മറുപടി പറയാത്തത്? ഇപ്പോ കുഫ്രിയത്തൊക്കെ ആരോപിക്കുമ്പോൾ എത്ര തവണ ശ്രദ്ധിക്കണം? ഇവിടെ കുഫ്റല്ലേ ആരോപിക്കുന്നത്? പറഞ്ഞ ആൾ വിശദീകരിച്ചാൽ ആ വിശദീകരണമല്ലേ അവിടെ കേൾക്കേണ്ടത്? അപ്പൊ ഈ പാട്ട് എന്തെങ്കിലും ഒരു അവസരം കാത്തു നിൽക്കുന്ന പോലെ, എന്നിട്ട് അതിന് ഉത്തരവാദി ആരാന്ന്? നമ്മളാണല്ലോ ഉത്തരവാദി. വഹാബികൾ പറയുന്ന ആരാ? പേരോടാ ഉത്തരവാദി എന്നാണ്. സലഫി പറയുന്നതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പേരോടാണെന്നാണ്. കാരണം ഇതൊക്കെ അയാളാണ് അത്ര മുമ്പ് പ്രസംഗിച്ച്. കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. ോടക്കമുള്ളവർ ആളുകളുടെ ഒക്കെയാണല്ലോ ആ ഗ്രൂപ്പ്. അവരാണെങ്കിലും ഇവർക്കാർക്കും ഈ പാട്ടിന്റെ ആശയത്തെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിങ്ങൾ എവിടേക്കായി ഒളിച്ചോടുന്നത്? മുസ്ലിയാക്കന്മാരെ, ഈ പാട്ടിൽ പറയുന്ന ആശയത്തിന് നിങ്ങളുടെ സൂഫികളുടെ കിതാബുകളിൽ പറഞ്ഞത് വെച്ചു നോക്കുകയാണെങ്കിൽ എന്താണ് തകരാറുള്ളത്? എല്ലാം മന്ദയല്ലേ? മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ CM മടവൂര് കാണും, കേൾക്കും പോലെ കേൾക്കും, അറിയും. ഒക്കെ മറുപടി പറഞ്ഞേക്ക്, നിങ്ങൾ എഴുതി വെച്ചതാണ്, നമ്മൾ വിശദീകരിച്ചു. അതൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ കേൾവി ദാത്തിയാണ്. കഴിഞ്ഞു അവിടെ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി നോക്കുമ്പോ ലോകം മുഴുവൻ നിങ്ങൾ പ്രതിയാണെന്ന് പറയുകയാണ്. മാത്രല്ല, സലഫി ഒന്നുകൂടി കടന്നു പറഞ്ഞു, ഇബ്നു അറബി തങ്ങളൊക്കെ ഇതിലപ്പുറം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേ. കേട്ടു നോക്കൂ അയാൾ പറയുന്നത്. വാദത്തിന്റെ ഒരു പുനരാവിഷ്കരണം ഈ പദ്യത്തിലൂടെ ഈ ആളുകൾ തുറന്നു പറഞ്ഞു എന്നേയുള്ളൂ. ഇത് ഇവരുടെ വാദം തന്നെയാണ്. അവരുടേതായ നേതാക്കന്മാർ പണ്ട് ഇബ്നു അറബി, അയാളുടെ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം എന്ന പേരിലുള്ള മലയാളത്തിൽ മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് ഇബ്നു അറബിയുടെ ആ തഫ്സീർ. അതേപോലെ തന്നെ അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം അബ്ദുൽ കരീമുൽ ജിയലി എന്ന പേരിലുള്ള ഒരു സൂഫിയുടേതാണ്. അതിലൊക്കെ ഈ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളെക്കാൾ അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് പറയാലോ, കാരണം അയാൾ വഹാബിയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു മഹാനരായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, മഹാനരായ അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു, അവരുടെ കിതാബ് എന്നല്ല തസവുഫിന്റെ ഒരു കിതാബിലും നിങ്ങളെ പറഞ്ഞ ഹുലൂൽ ഇത്തിഹാദോ കുഫ്രിയത്തോ ഷിയായിസമോ എവിടെയും കടന്നുകൂടിയിട്ടില്ല. ഒരു തനാസുഹുല്ല. നിങ്ങൾക്ക് തിരിയാതെ പോയതാണ്. ഞങ്ങളെ ഈ കൂട്ടർക്ക് തിരിയാത്തതുപോലെ സുന്നികളായ മൊത്തം ആളുകളെ സംബന്ധിച്ച് വഹാബിക്കും മനസ്സിലാകാതെ പോയി. മാത്രല്ല, അനസ് പറഞ്ഞ് ഇതിന്റെ ശരിയായ ഉത്തരവാദി പേരോടും ടീമുമാണ് എന്നാണ്. അതിന് തെളിവായി കൊണ്ടുവന്നത് UK മജീദ് മുസ്ലിയാരിയാണ്. എന്നിട്ട് അനസ് പറയുന്നുണ്ട്, കുരുവട്ടൂരികളാണ് ഉത്തരവാദി എന്ന് വെറുതെ പറയണ്ട, നിങ്ങൾ കുരുവട്ടൂരികൾക്കെതിരെ കൊണ്ടുവന്ന ആളാണ് ഇയാൾ പറയുന്നത് കേൾക്കുന്നതാണ്. അന്ന് കുരുവട്ടൂരടുത്ത് ഇയാൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നല്ലോ, അതാപന്നെ. കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അനസ് പറയുന്നത്. പഠിച്ചവര് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് അവരാ ഇത് പറഞ്ഞത്. എന്നിട്ട് ഇത് കുരുവട്ടൂരുകൾ എഴുതിയ പാട്ടാണെന്ന് പറയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, കുരുവട്ടൂരുകൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. കുരുവട്ടൂരുകളെ അവർക്കെതിരെ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ എന്താ ഉള്ളത്? കേട്ടോ, അദ്ദേഹം പറയട്ടെ. ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. പടച്ചോനാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ മടവൂർ ശൈഖുനാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ പടച്ചോനാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ. അപ്പൊ അനസുമോലി പറയുന്നത് ആരാ പറഞ്ഞേ? കുരുവട്ടൂരികളാണോ? അവർക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ആളല്ലേ പറയുന്നത്. അപ്പൊ ഞാനിന്ന് ഈ പേരോട് സഖാഫിയുടെ പ്രസംഗം കേട്ടു, ഉള്ളാളത്തുള്ള പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്നു,
മജീദ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പറയുന്നത് ശരിയല്ല. മജീദ് മുസ്ലിയാർക്ക് കിട്ടേണ്ടത് കിട്ടി, ആവശ്യമില്ലാത്തിന് വന്ന് അങ്ങനെ ഉണ്ടാവും. ഇനി രണ്ടാളുകളോട് കൂടി ഞങ്ങൾ പറയാണ്. അപ്പം പകര ഹസനി കാര്യമായിട്ട് ഇതൊക്കെ പ്രസംഗിച്ചത് ഇപ്പം എന്തിനാ? ഞമ്മക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് പേരോടിൻ്റെ ഒരു പ്രിയം കിട്ടാനാണല്ലോ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞേ. ഒരു കാലത്തും നിങ്ങളെ വിശ്വസിക്കാൻ പോടില്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവർ വിശ്വസിക്കൂല. കാരണം നിങ്ങളിപ്പോൾ വലിയ രൂപത്തിൽ മഹബത്ത് വെച്ച് കൊണ്ടു നടന്ന ആള്, ആ ആളെ സംബന്ധിച്ച് ഇന്ന് പറഞ്ഞത് കേട്ട് നോക്ക്, അദ്ദേഹത്തെ കുത്തിയിട്ട്. അതുകൊണ്ട് ആരും അതിര് കവിയാൻ പാടില്ല. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാന് ശ്രദ്ധിക്കണം. ഈമാനിന് കേടുവരാൻ പാടില്ല. ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണ്. മജീദ് മുസ്ലിയാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു. പടച്ചോനാണെന്ന് തോന്നുന്നത് പോലെ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല. ഞങ്ങളാണെങ്കിൽ അതിൻ്റെ കൃത്യത പറഞ്ഞു കൊടുത്തിരുന്നു. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിടത്ത് തന്നെ ഹബീബായ മുത്തു റസൂൽ ഇദാ റുഊ ദക്കറല്ലാഹ്, അവരെ ഇങ്ങനെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അവരല്ലയാണെന്നല്ല, അവരല്ലയാണെന്ന് തോന്നുന്നുവല്ല, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. ഇപ്പൊ മടവൂർ ശൈഖുനാന്റെ അടുത്ത് നമ്മളിങ്ങനെ പോയിരുന്നാൽ അവർ സംസാരിക്കുന്നത്, അതുപോലെ അവരുടെ ആ പ്രത്യേകമായ രൂപം, ശൈലി, സംസാരം, ഇതൊക്കെ അങ്ങനെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. കാരണം അവർ ഖലീഫത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഖലീഫമാരാണ്. എത്ര കൃത്യമാണ് നമ്മുടെ വിഷയങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു പാട്ട് കേട്ടാൽ ആ പാടിയ ആളുടെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശമെന്താണെന്ന് വ്യക്തമായി അറിയണം, ചോദിക്കണം. എന്നതിന് ശേഷമേ കുഫ്രിയത്തിലേക്ക് ചേർക്കാൻ അധികാരമുള്ളൂ. അല്ലാതെ ആർക്കും അതിന് അധികാരമില്ല. നിങ്ങൾ 2-3 ആൾക്കാരാണ് കൂടി ദീന് കൈകാര്യം ചെയ്യാൻ. ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? ഇവിടെ ദീന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതല്ലേ, വളുഉൻ ഇലാഹിയല്ലേ അത്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, അങ്ങനെ ആ പാട്ട് ഞങ്ങൾ ഇറക്കിയിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ആ ശൈലിയിൽ പറയേണ്ടതുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞൊരാളെ കുഫ്രിയത്തിലേക്ക് ചേർക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു പാട്ട് ഞാൻ വിട്ടെന്നീന്നല്ലോ, നിങ്ങൾ പറഞ്ഞോ? ദുൽഖർനൈനിയാണ് എന്നല്ലേ പറഞ്ഞ്, തംകീൻ. അതിനെക്കുറിച്ച് എന്താ നിലപാട് പറയാത്തത്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കാത്ത ആളുകളോട്? തംകീനുള്ള ആളാണ്, ദുൽഖർനൈനെ പോലെയാണ്. ദുൽഖർനൈൻ എന്ന രാജാവിന്റെ തംകീൻ എന്ന് പറയുന്നത് ലോകത്തുള്ള സർവ്വ വസ്തുക്കളുമാണ്. ആ പാട്ടൊന്ന് കേട്ടോളൂ. رأيناك بالتمكين تمسح أرضنا كتمكين للقرنين يا للفوائد زهدت مع التوسيع تكسب معدما وتعمل ആദ്യത്തെ വാചകം തന്നെ തംകീനുള്ള ആളാണ് കാന്തപുരം ഉസ്താദ്. കതംകീനി ദിൽഖർനൈൻ ഇന്നാ മക്കന്നാ ലഹു. ലോകത്തുള്ള എല്ലാം അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തു, എല്ലാ അധികാരങ്ങളും കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞപ്പോ, ആ പറഞ്ഞ ദുൽഖർനൈനിയുടെ അധികാരവും തംകീനുമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പറയണം നിങ്ങളെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് നൽകുന്ന അധികാരങ്ങളെയാണ് നിങ്ങൾ നിങ്ങളെ നേതാവിന് കൊടുത്തത്. അവിടെ എന്താ ശിർക്കിന്റെ പ്രശ്നമല്ലേ? അവിടെ പാട്ട് പാടുമ്പോൾ ആ പ്രശ്നം ഉന്നയിക്കാറില്ലേ? അപ്പൊ എത്ര വ്യക്തമാണ് ഈ വിഷയങ്ങൾ. അള്ളാഹു ഒരാളെ നന്നാക്കാൻ തീരുമാനിച്ചാൽ അതിനാരെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ അൽ കഹ്ഫിൽ തന്നെ അള്ളൊരു നായയെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ?
ആ നായ അതിപ്പോ പല സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടാണോ ആ നായ സ്വർഗത്തിലെത്തിയത്? ആ നായയെക്കുറിച്ച് അല്ല പറഞ്ഞത്, അല്ല ഇഷ്ടമുള്ളവരെ അല്ല പരിഗണിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വേദനിപ്പിച്ചാൽ അവരെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഉമ്മാക്കി കാണിച്ച് അവർക്കെതിരെ വന്നാൽ നഷ്ടം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇന്നും പ്രസംഗിക്കുന്ന എന്താ? ഈ പറഞ്ഞ തദ്ബീറും ഖാലിഖും ഒക്കെയാണ് ഇന്നത്തെ ഉച്ചത്തെ പ്രസംഗവും. പക്ഷെ അതിലൊരു കാര്യം അറിയാതെ പറഞ്ഞുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, അഹുലുക്കുലക്കും ഞാൻ അങ്ങക്ക് പടച്ചു തരും. അപ്പൊ ആ പക്ഷിയെ പടച്ചോനാരായി? ആ ഈസാ. അത് അയാൾ അറിയാതെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അയാൾ പറയാം അത് വേറെ അർത്ഥത്തിനാണ്. അതും വേറെ അർത്ഥത്തിന് വെച്ചാൽ പോലെ കാഫിറാക്കണോ? കേട്ടോളൂ അത് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി എന്ന് ഓതി. അതിൻ്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും എന്നാണ്. അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, ഞാനത് രൂപപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഖുർആനിലുണ്ട്. അതിനർത്ഥം അല്ലല്ലാത്ത കുറേ പഠിച്ചവന്മാരുണ്ട് എന്നല്ല. അത് മുസവ്വിരീൻ, അതേ രൂപപ്പെടുത്തുന്ന പലരുണ്ട് എന്നർത്ഥത്തിലാണ് അവിടെ ഖാലിഖ് എന്ന് പറഞ്ഞു. ഏതുപോലെ നിങ്ങൾക്ക് കാണാം ഇമാം റാസി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മശായിഖന്മാരായ ആളുകൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പറയാം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് ഇന്നത് നൽകണം എന്ന് നമ്മളാരും തീരുമാനിക്കണ്ട. അഹ്ലുക്കുലക്കും ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും. സൃഷ്ടിപ്പ് എന്നത് അള്ളാഹുവിനെ ഉണ്ടാവും. അപ്പൊ അത് വേറെ മയനാക്കാണ്. ആ മയനപടി അങ്ങ് വെച്ചു കൊടുത്താൽ പോരെ?